നീ എന്തുകൊണ്ടാ എപ്പോഴും എന്റെ പിന്നാലെ എങ്ങനെ നടക്കണേ? നിന്നോട് മാപ്രാണ സ്കൂളിലേക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞേ. ഹൈ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പോലും ഞാൻ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഡ്രൈഡേക്കും ആഗസ്റ്റ് 15 ഗാന്ധി ജയന്തിക്കൊക്കെ ഒരു രക്ഷ പട്ടാളക്കാരന എന്റെ പിന്നാലെ വെറും തല്ലിപ്പൊടിയാ നീ ഇങ്ങനെ നടന്ന നാട്ടുകാർക്ക് സംശയം തോന്നില്ലേ ഞാൻ കോട്ട വെക്കാന്ന്? അതിപ്പോ പുതിയ സംഭവം ഒന്നല്ലോ, ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ സാധനം ചോദിക്കണ വെറുതെ ഒന്നല്ലോ, കാശ് എണ്ണി തന്നിട്ടല്ലേ. കാശല്ല ജോർജ് കാര്യം. ഇത് കഴിച്ച് അതിന്റെ ലഹരി നിന്റെ തലയ്ക്ക് പിടിച്ച് നിന്റെ മുഖത്ത് പിടിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോ എനിക്കൊരു ലഹരിയാ. ഇതിൽ 10 രൂപ കുറവുണ്ടല്ലോ. ഇത് വൈകുന്നേരം അടിക്കുമ്പോ ഒരു ടച്ചിങ്സ് വേണ്ടേ, അതിനു വേണ്ടി മാറ്റി. ജോർജ് നിന്റെ സന്തോഷത്തിന്റെ ലഹരി കളയില്ലാട്ടാ. ചേട്ടന്റെ വൈഫിന് സുഖം തന്നെയല്ലേ? നമ്മുടെ ട്യൂഷൻ ടീച്ചറായിരുന്നു. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മള് പിള്ളേരിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഇപ്പൊ ട്യൂഷനൊക്കെ ഉണ്ടാ? എവിടെ അവിടെ റിട്ടയർ ആയില്ലേ? ഇപ്പൊ പിള്ളേരൊന്നും വരാറില്ല. തള്ളച്ചേ കഴിഞ്ഞ പിന്നെ പിള്ളേർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തുട്ട്? അല്ല, തല്ലി തലതെറിച്ചെടുക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ലെന്ന്. എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ നെറ്റിൽ കിട്ടല്ലേ. നമ്മുടെ കാലത്ത് എന്തൊരു അധ്വാനായിരുന്നു. ജോർജ് വല്ല അർത്ഥം വെച്ച് സംസാരിക്കാണോ? ഇതടിച്ചിട്ട് എന്തുന്ന പരിപാടി? സേവനവാരല്ലേ, ഒരു ശ്രമദാനുണ്ട് നാടിനു വേണ്ടി. ഐശ്വര്യയുടെ പ്രസിഡന്റ് തന്നെ വെച്ചോളൂ. എന്നിട്ട് നാണിക്കണ കുനിഞ്ഞിരിക്കണല്ലോ. എന്തൊട്ട് ഇഷ്ടം മാറി. അങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങി അല്ലേ ജോർജ്? കലക്കല്ലേ. അപ്പോഴേ അടുത്ത മരുന്ന് നിങ്ങൾ തൊടും. ഞാൻ ഇവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കട്ടെ. ഓക്കെ, ആളൊറ്റയ്ക്ക് പഠിക്കാനുള്ള പരിപാടി കേട്ടാ. പണിയെടുക്കില്ല, ചീപ്പായിട്ടാ, ബ്ലൈൻഡ് ലുക്ക്. വെക്കണ്ട ജോർജ് പച്ചപ്പ് ഒരുക്കൂട്ടാ. ഒരുക്കൂട്ടാ, നല്ല ഉഗ്രം ബ്ലൈൻഡ് ലുക്കല്ല. എന്നാ എന്റെ അപ്പനോട് തൊട്ടാ. നിന്റെ അപ്പന് വേണം. ഈ മരങ്ങൾ ഇവിടെ വളർന്ന് പന്തലിച്ച് തണലേക്കുക എന്നുള്ളവർക്ക് മാത്രല്ല, ഇവിടെ വരാൻ പോണ തലമുറയ്ക്കും കൂടിയിട്ടാണ്. അതാണ് ഗാന്ധിജി കണ്ട സ്വപ്നം, ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ. നമ്മളെ കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തോളൂ. ഈ ജോർജിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ സഹിക്കൂല, അത്ര ഭയങ്കരാണ്. 100 വൃക്ഷങ്ങൾ നടുന്നേലല്ല കാര്യം, അതിനു വേണ്ടി 100 കുഴികൾ ജോർജും കൂട്ടരും കുഴിച്ചു എന്നുള്ളതിലാണ്. വിയർപ്പൊലിച്ച അധ്വാന നമ്മളിവിടെ കണ്ടത്. നാടിന്റെ നന്മ അത്ര നമ്മൾ ഉദ്ദേശമുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവന് കുറച്ച് കഞ്ഞും കൂടി എടുത്തു കൊടുത്തേടി. എന്നാലും ജോർജ് ഇത്രയും കുഴിയൊക്കെ വെട്ടിയിട്ട് കുഴമ്പ് വല്ലതും ഇട്ട് തടവണോ? എന്തുട്ടാണ് അമ്മച്ചി, ഇതൊക്കെ കാര്യമില്ലാത്ത കാര്യങ്ങളല്ലേ. ജോർജ് ചാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്തിട്ട് ഗുണം കിട്ടാനാ? അതന്നെയാണ് പ്രശ്നം അമ്മച്ചി. എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും പള്ളിയിലച്ഛനൊക്കെ ആവാൻ പോയി കഴിഞ്ഞാ ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ ഫ്യൂച്ചറിന് വേണ്ടി തിങ്ക് ചെയ്യാൻ ആരാ ഉള്ളത്? ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമി കാത്തു സൂക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേന്ന്? നീ എന്തുട്ടിട്ട് ഇങ്ങനെ ഇരിക്കണേ? എന്റെ സംഭവങ്ങൾ കണ്ടിട്ട് ബോധം പോയാ? സംഭവങ്ങൾ ഇനി പുറകെ ചടപടന്ന് വരാൻ പോണുള്ളൂ. നിന്റെ അപ്പൻ ഇതൊന്ന് കണ്ടാ മതിയായിരുന്നു. ചാനലേറെ ഇന്ന് CD വാങ്ങിച്ച് വച്ചണ്ട അമ്മച്ചി. അച്ഛൻ നല്ല മൂഡിലിരിക്കുമ്പോ അമ്മച്ചി ഒതുക്കത്തില് കാണിച്ചു കൊടുത്തോളൂട്ടാ. ആളെ ഹാപ്പി ആയിക്കോട്ടെന്ന്. അച്ഛനെത്തില്ലോ. ഞാൻ ലേശം വെയിറ്റ് ഇടൂട്ടാ. 100 ആയുസ്സ. അച്ഛനല്ലേ പറയാറ് ഇവൻ ഒന്നിനും കൊള്ളാത്തവനാന്ന്. ഇവൻ ചെയ്ത കാര്യങ്ങൾ അച്ഛൻ കണ്ട? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടോര് വന്നുണ്ട്. കേറി വരണം. സംഭവങ്ങൾ ചടപടാന്ന് പറയാറുണ്ടല്ലേ. നമസ്കാരം അച്ചോ. സ്ഥലമേ പരിചയം ഉണ്ടാവില്ലല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇടക്കിടക്കല്ല, ഡെയിലി കാണും. ഇത് കൃഷി വകുപ്പ്. നമസ്കാരമുണ്ട്. ഇത് ടെലിഫോൺസ്. നമസ്കാരമുണ്ട്. ഈ മരങ്ങള് നടുന്നൊക്കെ നല്ലതാ, പക്ഷെ അത് സ്വന്തമായിട്ട് കുഴിയെടുത്ത് വേണം നടാൻ. അല്ലാണ്ട് ടെലിഫോൺസുകാർ കുഴിയെടുത്ത സ്ഥലത്തല്ല നടേണ്ടത്. പിന്നെ നട്ടത് തണൽ മരമൊന്നുമല്ല, കൃഷി വകുപ്പിൽ നിന്ന് വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ വെച്ച കറിവേപ്പാണ്. എടാ പള്ള, ഇത് തണൽ മരത്തേന്നല്ലടാ. നല്ല ഒന്നര അക്വേഷനത്. അക്വേഷന് പക്ഷെ കറിവേപ്പിലാണ് മണുണ്ടെന്നൊരു ഡൗട്ട്. അക്വേഷന്ന് അപ്പൊ അത് കറിവേപ്പായിരുന്നാ?
അവന്റെ അമ്മുമ്മയുടെ കൃഷി. ജോർജ്, കൃഷി ഓഫീസിലെ മൊത്തം തൈകളും തിരിച്ചേൽപ്പിക്കണം. മണ്ണിട്ട് മൂടിയ കുഴി പഴയ കുഴിയാക്കണം. കുഴി പഴയ കുഴി കുഴി പഴയ കുഴി. ജോർജ് തെറ്റിക്കല്ലേ, അവരുടെ കുഴി അവർക്ക് തിരിച്ചു കൊടുക്കണം. ഫാദർ ഇടപെട്ടോണ്ടാ, അല്ലെങ്കിൽ നിന്റെ നെഞ്ചത്ത് ഞാൻ കുഴി എടുത്തന്നെ. ഹൈ, എല്ലാം എന്റെ നെഞ്ചത്തേക്കാണല്ലോ പുണ്യാളാ. ആള് ഫുള്ളാ തറച്ചു നിക്ക. ഇനിയിപ്പോ ഇവിടെ എന്തിട്ട് പറയാനാ? അപ്പൊ എന്റെ ഫ്രണ്ട്സാ ഈ കുഴിയെടുത്ത കാര്യം പഞ്ചായത്തിൽ അറിയിച്ചില്ലല്ലോ. പഞ്ചായത്ത് മുഴുവൻ കോളാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസിഡന്റിനോട് ആരെന്തൊട്ട് അറിയിക്കാനാ? എടുക്കടാ. അല്ല, നട്ടത് പ്രസിഡന്റ് ആണേ. കൊഴപ്പില്ല ജോർജ്, ഐശ്വര്യായിട്ടാണ് തുടങ്ങിക്കോളൂ. ഇതാണല്ലേ കറിവേപ്പില. ഏയ്, ഇത് തന്റെ അപ്പന്റെ കടച്ചക്കയാ. ഇങ്ങോട്ട് വെട്ടറടി. നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ കമ്പി ഊത്തിയിറക്കൽ വിഷമാവില്ലാവോ? അല്ല, ഇല്ലെന്ന്. അല്ല, ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഹൃദയം കല്ലാക്കി മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ലേ? അപ്പൊ നാളെ 7 മണിക്ക് തന്നെ തുടങ്ങിക്കോട്ടെ. ചോദിക്കണേ, ഫുൾ സപ്പോർട്ടല്ലേ? എന്റെ മകൻ എന്നും ഈ ചാട്ടില് തന്നെ. നീ എന്തുട്ട കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറിച്ചു വിറ്റ് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല. അല്ലേ? ആ മത്തായിയുടെ പറമ്പ്, അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട് അവകാശത്തിന്റെ പേരിലാണ്ടാ? അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ, ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ്, അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതിന് നീ ഇട കയറി എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാവണമെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിലെ അച്ഛനായി കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷാണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടനില്ല. അമ്മച്ചി എന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചൂട്ട അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പനത് ശ്രദ്ധിച്ചാ? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. ആടാ, ഈ പ്രഭ വല്ലാണ്ട് ഓവറ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, പ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്. തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ, ഗേൾസ്. ഹൈ, നിങ്ങൾ നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികള്. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്ന് ഞെളിഞ്ഞ് വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ വല്ലതൊക്കെ ഉണ്ടോ നോക്കണല്ല, ഇറങ്ങിയിരിക്കണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെയാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. ഓ, എൻട്രി കലക്കി. തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയല്ല. എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയല്ല. ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്.
ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്നിട്ട് കളി കളിക്കണേ. നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവർ ടീച്ചർ. ആ എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജ് ചേട്ടാ, എന്തുട്ടാ കാര്യം? എന്തുട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? സ്കൂട്ടർ അവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ് അതല്ല പിന്നെ പെൺകുട്ടികളെവിടെ? ഗേൾസ് എവിടെന്ന്? അത് ജോർജ് ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കിൽ മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവര് ഫേസ് ചെയ്യണ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെല്ലക്കണ്ട് കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സിൽ. ഇവരൊക്കെ കുടുംബശ്രീക്കാരെ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. നിങ്ങളെ രാജന്റെ ഭാര്യയല്ലേ? അതെ. അങ്ങനെ നല്ല മനുഷ്യനല്ലോ. രണ്ടര അടിച്ചു കൊടുത്ത് കിടക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചു കൊടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചെടുത്ത് കിടക്കുവേ. ഇതൊന്ന് പഠിച്ചെടുക്കാൻ ഒട്ടകം ടാക്സിയും പിടിച്ച കാശ് കളയണ്ടല്ല, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? കൊടുക്കത്തെ ബുദ്ധിട്ടാ. കേറിക്കേ, വണ്ടി കേറിക്കേ. ഡോറടിച്ചേ. എടുത്തോ ജോർജേട്ടാ, ഞാൻ പറയണൊന്ന്. ബിന്ദു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ. കൊലച്ചതിയായി പോയി. വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങൾ തോർക്കങ്ങളായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ചെലവുണ്ടാ. എന്തുട്ടടാ? എപ്പോഴാ? ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോർത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളു തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ. വാടാ ജോർജേട്ടാ. ചോർച്ചുണ്ടെങ്കിൽ അടച്ചോ. സൈമൻ സാധനർക്കോ? നീ ചോദിച്ചോക്ക്, ചിലപ്പോ കിട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി, നേരത്തെ വിളിച്ചു? നേരത്തെ വിളിച്ചിണ്ടാവും. കേട്ടത് ഇപ്പഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ. നിനക്ക് അച്ഛനാവാൻ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. ഇവിടെ നല്ല ചുള്ളത്തിക്കട ആങ്ങള് കാണും. നിനക്ക് നല്ല സെൽഫ് കൺട്രോളാ വേണം. നീ എന്തുട്ട് അങ്ങോട്ട് നോക്കണേ? ആത്മനിയന്ത്രണം. എന്നാ തെറിച്ചോ. എന്റെ ജയിസേട്ടാ, ഇത് കയ്യിന്ന് പോണ കേസാണോ? ആർക്കറിയാം. ജോസേ, ഇന്നെങ്കിലും കളിക്കണ്ടേ നീ? എന്തൊട്ട് പേടുത്തുറിയടാ നീ? കളിക്കടാ. എന്താടാ? ഒന്നുമില്ല. ജോസേട്ടാ തെറിച്ചോ? അവന് പറഞ്ഞ ഞാനാ കളിച്ചാലാ? അതിപ്പോ ഞാൻ കളിക്കാന്ന്. ജോർജ്, അവിടെ പെണ്ണ് വെയിറ്റിംഗ് ആട്ടാ. നിന്റെ ലൈഫ് വെച്ച് കളിക്കല്ലേട്ടാ. ജോർജ് വെറും കളി കളിക്കില്ല. കളിക്കുകയാണെങ്കിൽ ബെറ്റ് വെച്ചുള്ള കളി. നല്ലൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുള്ളൂ. ജോർജ്, എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പെണ്ണാ ജോർജ്. അത് അങ്ങോട്ട് പോവാനുള്ള ഡീസൽ അടിക്കാനുള്ള കാശ് വേണ്ട. ഒരു 2000 ഗാന്ധി പടക്കട്ടെ. ധൈര്യമുള്ള ആണാണെങ്കിൽ നീ ജോർജിനോട് ചെക്കനെ പേടിപ്പിക്കണ്ടാ. ഈ വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണ അല്ലേ? നീ തല വഴിയാണ് ജട്ടിയറിനെ. ജട്ടിയല്ലത് ബന്ധാനെ പുതിയ സ്റ്റൈലാടാ. പെൺകുട്ടി പ്ലേ അറിയാണ്ട് എനിക്ക് മുടിയില്ല എന്നുള്ളത്. മുടിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ തലച്ചോറില്ല എന്നുള്ള അവൾ അറിയില്ലേ? കൊറേ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത സായിപ്പന്മാരെ അറിഞ്ഞിരിക്കുക. ബ്ലഡി ഫൂൾസ്. നിനക്കിപ്പോ കൊറേ അറിയാലോ. അതല്ലേ ഞാൻ 2 വാക്കിൽ നിർത്തിയത്. കുറച്ച് ഡീസന്റ് ആയിക്കോളൂട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോടാ. ഞാൻ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കുമ്പോ തെണ്ടിയോട് ഒളിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞോളൂട്ടോ ജോർജ്. സംസാരിക്കുമ്പോ ഞാൻ ഒളിഞ്ഞു നോക്കില്ലടാ. ഇതിലാരണവ പെണ്ണിന്റെ പെൺ. ഇതാണ് ഇതാണ് നമ്മുടെ പയ്യൻ. നമോഭാഗം. നീ എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ? അങ്ങടെ അകത്തേക്ക് കയറാന്ന്. ചായലും പലഹാരത്തിലും ഒന്നും കൊടുന്നേ. അങ്ങളെ ഒരു 2000 മണീസ് എടുക്കണ്ടാവൂ? കടായിട്ട് വേണ്ടെന്ന്. അവന് കൊടുക്കണ സ്ത്രീധനത്തിന്ന് മൈനസ് ചെയ്താ മതിന്ന്. എന്തുട്ട് ഇങ്ങനെ വാപിടിച്ച് നോക്കിക്കണേ? നമ്മളൊരു ഫാമിലി ആവാൻ പോകുമ്പോഴാ ക്യാഷ് ഉണ്ടല്ലോ. പിന്നെ എന്തുട്ട് ഹാങ് ആയി നിക്കണേ? നീ ബെറ്റാശി പിടിച്ചേ. ജോർജ് ഇന്നവരെ ഒരിടത്ത് കടം വെച്ചിട്ടില്ല. ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞല്ലേ കളിക്കണ്ടത്. കാശ് വെച്ച് കളിച്ചു, തോറ്റു. കാശ് തരേം ചെയ്തു. നീ ഇതിനെ കുറിച്ച് നോ ട്രോളിങ്. ഓക്കെ, നീ എന്നിട്ട് നോക്കണേ. തീർച്ചയായും
അപ്പളേക്ക് പെണ്ണുണ്ട് ഇറങ്ങിയ ഞാൻ കണ്ടില്ല. ഞങ്ങള് കണ്ടില്ല. നീ ആ ചുള്ളന്മാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഡീലിങ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തൊട്ടുണ്ടായേ? എന്തൊട്ടുണ്ടായെന്നാ? എണീക്കടാ നാണോണ്ടാ നിനക്കൊക്കെ. പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ പോലും കാണാണ്ട് സ്ത്രീധനത്തിന്റെ അറ്റൻഷൻ മേടിക്കാൻ നടക്കണേ. ഇറങ്ങിപ്പോടാ. അയാൾ അങ്ങനെ പറഞ്ഞ? അപ്പൊ നീ പെണ്ണെ കണ്ടിട്ടേ ഇല്ല? അയാള് കെട്ടിച്ച് തരാതിരിക്കോ അത് അയാളുടെ ഇഷ്ടം. പക്ഷേ നമ്മള് വണ്ടി ഓടിച്ച് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ നമ്മൾ കണ്ടിട്ടേ പോളൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എടാ നിക്കണ കൊരട്ടേണ് പെണ്ടപ്പൻ, കൂടെ നിക്കണ പരട്ടേണ് തള്ള. ഇവർ രണ്ടുപേരും കൂടി ഈ സംവിധാനം ചെയ്ത് നിർമ്മിച്ച പടം നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണണോ? നമുക്ക് അതിനെ തുടങ്ങാം. നമ്മുടെ ഈ കുള്ളൻ ചെക്കനെ, സോറിട്ടാ ചുള്ളൻ ചെക്കനെ തന്റെ ചട വരുത്തി മോളെ എഴുന്നള്ളിച്ച് കാണിച്ചാൽ എന്താ ചറ്റേന്ന് വെച്ച് നൈസായിട്ട് തുടങ്ങാന്ന്. ഇങ്ങോട്ട് വന്നേ. നിക്കടവിടെ. നിക്കാനല്ലേ പറഞ്ഞേ? നിക്കല്ലേ. ഒരു ഗഡി ബേസിന്റെ പേരില് ഞാനൊരു 2000 ബക്സ് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഈ പിള്ളേരെ ഇറക്കി വിടുക. ആദ്യം നീ ഇറങ്ങിപ്പോടാ. പെണ്ണ് കാണാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ കണ്ടിട്ട് നമ്മള് പോളൂ. ചർച്ചിട്ടാ എങ്ങടാ? ഇവിടെ ബ്ലോക്ക് ആണല്ലോ. എന്നാ പിന്നെ നമുക്ക് തൃശ്ശൂർ റൗണ്ട് വഴി പിടിക്കടാ. കഴുത്തറത്തളഞ്ഞ കേട്ടാ. കുട്ടി ഒരു സഹകരണത്തെ ടീമായി പോലെ അവിടെ പോയി. കുട്ടിയെ എന്തുട്ടി ഇരിപ്പാണത്? ഇവര് സംവിധാനം ചെയ്ത പടം ബാഹുബലിയാട്ടാ. എന്റെ പേര് വാൾട്ടർ വർഗീസ്. എപ്പോ വാവാന്ന് വിളിക്കും. കുട്ടിയെന്നെ വാവ് എന്ന് വിളിച്ചോളൂ. നീയൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. ആന്റി ബൈ ദ ബൈ എന്തുട്ടുണ്ട്? എന്നോട് ക്ഷമിക്കണം ഡാഡി, എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അങ്കിളെ ഇതെങ്ങനെ ഒപ്പിച്ച്? ഈ നിർമ്മാണത്തിൽ പങ്കാളികളുണ്ടോ? അങ്ങളെ ആ 2000 രൂപയ്ക്ക് പകരം ഞാൻ ഒരു 4000 രൂപ പെട്ടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ടാ ഈ പ്രോബ്ലം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ? ഇവനെ കുട്ടീനെ ഒരുപാട് ആശിച്ചു പോയിന്ന്. അപ്പുറം ഈ കൈ പിടിച്ചിരിക്കുന്ന ആ മോനോട് ഒന്ന് മുന്നോട്ട് വരാൻ പറയൂ. എന്താ അങ്കിൾ? ഞങ്ങള് പറമ്പിലുണ്ടാവട്ടാ. ഇനി ആയിരുന്നൊരു കാര്യമുണ്ടോ ഡാഡി? മൂക്കില് പല്ല് പൊളിച്ചിട്ട് അവന്റെ കല്യാണം പെട്ടതലയൻ. അപ്പന്റെ തല പിന്നെ കൊടുങ്കാടാണല്ലോ. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. നന്നെ കണ്ട എന്റെ അപ്പന്റെ പ്രായം തോന്നുമല്ലോ. അപ്പന്റെ അപ്പം ഞാനാ. ഒരു കണക്കിനാ ഒരു കല്യാണാലോചന വന്നത്, അത് നശിപ്പിച്ച് വന്ന് നിൽക്കാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഒന്നും മിണ്ടാണ്ടിരിക്കണേ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടോ അതോ ഞാൻ ഇറങ്ങിപ്പോണോ? നീ എന്തുണ്ട് എന്നെ നോക്കണേ? അങ്കിളെ എന്താ ഈ തെങ്ങ വാഴ വെച്ച മതിയായിരുന്നു എന്നൊരു ഡയലോഗ് തോന്നിയാ? എന്തേ ഈ സിറ്റുവേഷനിൽ പടക്കാൻ പറ്റിയ ആപ്റ്റ് ഡയലോഗ് ആയിരുന്നു. തെങ്ങ് വാഴുന്ന മുറുക്കാണ്ട നല്ല മുള്ളു മുറുക്ക്. നിനക്ക് സിറ്റുവേഷൻ നൈസാക്കി നോക്കിയതല്ലേ? അപ്പന്റെ തുണി സാധനങ്ങളും ഈ പ്രായത്തിൽ അപ്പനെ പിടിക്കാ പോവാ. ഒന്നും ഞാൻ പോണ പ്രശ്നമൊന്നുമില്ല. നീ ഇവിടെ ഇറങ്ങി പോണം. അതതിനേക്കാളും കുഴപ്പമില്ല അങ്ങളെ. എന്താ വയസ്സായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ആരോഗ്യയുടെ കാത്തറിനെ ചെറുപ്പക്കാരെ പുറത്ത് അടിച്ചു വിളിക്കണം നാട്ടുകാർ പറഞ്ഞ മോശമല്ലേ? 10 പൈസക്ക് ഗതിയില്ലാത്തവൻ എന്തുട്ടെടുത്താൽ അടിച്ചു വിളിക്കാനാണ്? അങ്ങനെ ഒന്നും പറയല്ല അങ്ങളെ. 5 പൈസക്ക് ഗതിയില്ലാത്ത ഞാൻ അടിച്ചു വിളിക്കണതോ? നീ ഒറ്റ നാശക്കണം. തന്നെ വേണം ആദ്യം തല്ലാൻ.
ഇതാണ് എല്ലാ അപ്പന്മാരെയും പ്രശ്നം. അങ്കിൾ ഒരു കാര്യം അറിയോ? ചരിത്രത്തിൽ പേരുണ്ടാക്കിയിട്ടുള്ളതേ അപ്പന്മാരല്ല, മക്കളാ. ഉദാഹരണത്തിന് മമ്മൂക്ക, ലാലേട്ടൻ, ഇവരുടെയൊക്കെ അപ്പന്മാരുടെ പേരറിയോ? അതുപോട്ടെ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് അതെനിക്കറിയാം. കരമന ജനാർദ്ദനൻ ഗാന്ധി വല്ലൊക്കെ പറയിട്ടാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു ദിവസം വളർന്ന് വലുതായി പന്തലിച്ച് നമ്മടൊക്കെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അപ്പനാന്ന് പറഞ്ഞ് പോർക്കടക്കണ കണ്ടിട്ടുണ്ടല്ല. നേരത്തെ പറഞ്ഞില്ല ഒരു മുള്ളുമുറുക്ക്, അത് കെട്ടിട്ട് എന്തുട്ടപ്പൻ നീ പുറത്തിറങ്ങി അടിച്ച് നാരപ്പാക്കി ഞാൻ. നീ എന്തുകൊണ്ട് നോക്കി ഇങ്ങനെ പുറത്തു പോടാ. ഞാൻ ആ തണ്ടിയോടെ പറഞ്ഞ പുറത്തു പോവാൻ. ഞാൻ പുറത്തു പോടാ ഉള്ള കാര്യം പറഞ്ഞേക്കാം.